പിന്നെ ചെറിയ പറപ്പൂര് നേരത്തെ പറഞ്ഞല്ലോ, ഈ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ആള് പങ്കെടുത്ത ആ ശിർക്ക് വരാവുന്ന അള്ളാഹുവിന് തുല്യം, അദ്ദേഹം പറഞ്ഞ ദൈവത്തിന് തുല്യം പാണക്കാട് തങ്ങളെ തുല്യപ്പെടുത്തിയ, അതൊന്നും എതിർക്കാത്ത, കുത്തൊക്കെ ഏറ്റുവാങ്ങിയ ആ ചെറിയ പറപ്പൂരുണ്ടല്ലോ, അത് അയാളെന്നാണല്ലോ ഇവിടെയും ഇയച്ചേരിക്കും സുരേന്ദ്രനൊക്കെ വേദി കൊടുത്തതും ദുഃഖം രേഖപ്പെടുത്തിയതും സമയം കൊടുക്കാൻ കഴിയാത്തതിൽ. ഈ പറപ്പൂരിന് എന്നാണ് സലഫിയത്ത് കിട്ടിയത് എന്ന് ഫൈസൽ മൗലവി ഒന്ന് വിശദീകരിക്കണം. കാരണം സലഫി മൻഹജ് ഉണ്ടാക്കണം എന്ന് പറയുകയും ആ മൻഹജ് എന്തിനാണ് വയസ്സായ മറ്റേ കരുവള്ളി അയാൾ നമുക്ക് വിടാം, എന്നാൽ പറപ്പൂര് അങ്ങനെയല്ല, പ്രായം കൊണ്ട് മരിക്കാനായിട്ടില്ല അതിന്റെ ധ്വനി, അദ്ദേഹത്തെ നമ്മൾ ഒപ്പം കൂട്ടണമെങ്കിൽ അയാളുടെ ഒന്ന് മീറ്റർ വെച്ച് പരിശോധിക്കേണ്ടതുണ്ട്, അതിനാണ് നമ്മൾ സലഫി മൻഹജ് തയ്യാറാക്കുന്നത് എന്ന് പറഞ്ഞ ഫൈസൽ മുസ്ലിയാർ. ആ ഫൈസൽ മുസ്ലിയാർ പറപ്പൂരിന്റെ ഈ സലഫിയത്തൊക്കെ പരിശോധിച്ച് ഉറപ്പുവരുത്തിയോ? ഇനി KNM യോഗങ്ങളിൽ മുജാഹിദ് ബാലുശ്ശേരിയെ പുറത്താക്കാനും സക്കരിയ സലാഹിയെ പുറത്താക്കാനും KNM എക്സിക്യൂട്ടീവ് എടുത്തുള്ള തീരുമാനത്തിൽ മിണ്ടാതെ അടിയിൽ ഒപ്പിട്ട ആളാണ് ആര്? പറപ്പൂര്. ജിന്നിനോടുള്ള എല്ലാ സഹായതട്ടവും ജിന്നിനോടുള്ള സഹായതട്ടം ശിർക്കാണ് എന്ന് ഒപ്പിട്ട 10 പേരിൽ ഒരാൾ പറപ്പൂരാണ്. ഹലോ ഹലോ പറപ്പൂർ സാറല്ലേ? അതെ ഉസ്താദ്, ഞാനേ കരുനാഗപ്പള്ളിന്ന് വിളിക്കും. ഞാൻ വിസ്ഡം പ്രോഗ്രാമിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. എനിക്ക് പ്രോഗ്രാം ഒക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാനത് ഇവിടെ 2 പേർക്കൊക്കെ പറയുമ്പോ അവര് പറയുന്നത് അവർക്ക് ജിന്നിനോട് സഹായം തേടിയ ചുരുക്കല്ലെന്ന വാദം ഉണ്ടെന്ന്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു അവർക്ക് അങ്ങനെയുള്ള വാദം ഇല്ല എന്ന് പറഞ്ഞപ്പോ അവരെന്നോട് ആവശ്യപ്പെട്ട് നിങ്ങൾ അങ്ങനെ ഒരു ചുരുക്കാണെന്ന് പറയുന്ന ഒരു CD കൊണ്ട് തരാമെന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ ഞാനതുകൊണ്ട് നമ്മുടെ ചെറുതായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരോട് ഞാൻ ചോദിച്ചപ്പോഴേ എനിക്ക് അങ്ങനെ ഒരു CD കിട്ടിയില്ല. കിട്ടിയെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു CD എന്റെ ഇല്ല, അത് ശിർക്കാണെന്ന് അവര് പറയുന്നത്. നമ്മൾ ഈ യഥാർത്ഥത്തിൽ ഈ ജിന്നിനോടുള്ള സഹായത ശിർക്കാണ്, ശിർക്കല്ലേ യഥാർത്ഥത്തിൽ? അത് ഒരു സംശയമില്ല ശിർക്കാണ്. യാതൊരു സംശയമില്ല, ശിർക്കാണ്. നിങ്ങൾ ലോകത്ത് ആരെങ്കിലും അത് ശിർക്കല്ല എന്ന് ഇവര് ആരോപിക്കുന്ന ആളുകൾ എഴുത്തുമൂലമോ വാക്കുമൂലമോ പറഞ്ഞ ഏതെങ്കിലും ഒരു തെളിവ് കൊണ്ടുവരാൻ അവർക്ക് കഴിയുമെങ്കിൽ അവർ കൊണ്ടുവരും. ഇന്ന് വരെ ആ വിഷയത്തിലുള്ള തന്റെ നിലപാടെന്ത്? ഞങ്ങളുടെ കൂട്ടത്തിൽ ആരും ജിന്നിനോട് ദുആ ചെയ്യുന്നവരില്ല, പ്രാർത്ഥിക്കുന്നവരില്ല എന്ന് ഒറ്റവാചകത്തിൽ പറയുകയല്ലാതെ യാഇബാദല്ല എന്ന KNM-ഉമായും ഈ സമിതിക്കാരുമായും നമ്മളുമായും ഒക്കെ നേരത്തെ ഉണ്ടായിട്ടുള്ള ആ വിഷയത്തിൽ എന്താണ് എന്റെ നിലപാട് എന്ന് പറപ്പൂർ ഇന്ന് വരെ വ്യക്തമാക്കിയിട്ടുണ്ടോ? വ്യക്തമാക്കിയിട്ടില്ല. ആ വ്യക്തമാക്കാത്ത ഇവരൊക്കെ പുറത്താക്കാൻ അംഗീകരിച്ച് മിണ്ടാതെ ഒപ്പിട്ടു പോകുന്ന പറപ്പൂരിന്റെ ഇപ്പോഴത്തെ നിലപാടെന്ത് എന്ന് ഒന്ന് വിശദീകരിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ ആ സലഫിയത്ത് ഒന്ന് പറയട്ടെ. നമ്മൾ ഈ യഥാർത്ഥത്തിൽ ഈ ജിന്നിനോടുള്ള സഹായത ശിർക്കാണ്, ശിർക്കല്ലേ യഥാർത്ഥത്തിൽ? അത് ഒരു സംശയമില്ല ശിർക്കാണ്. യാതൊരു സംശയമില്ല, ശിർക്കാണ്. നിങ്ങൾ ലോകത്ത് ആരെങ്കിലും അത് ശിർക്കല്ല എന്ന് ഇവര് ആരോപിക്കുന്ന ആളുകൾ എഴുത്തുമൂലമോ വാക്കുമൂലമോ പറഞ്ഞ ഏതെങ്കിലും ഒരു തെളിവ് കൊണ്ടുവരാൻ അവർക്ക് കഴിയുമെങ്കിൽ അവർ കൊണ്ടുവരും. ഫൈസൽ മുസ്ലിയാർ എന്താണോ പേടിച്ചത്, അതായത് പറപ്പൂരിനൊക്കെ നമ്മൾ കൊണ്ടുവരണമെങ്കിൽ സലഫിയത്തൊക്കെ മുമ്പ് കാണിച്ചിട്ട് എന്നിട്ട് ഇതൊക്കെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ടേ നമുക്ക് കൂടെ കൂട്ടാൻ പാടുള്ളൂ. അപ്പൊ ഒരു പേടി, എന്തോ ഒരു പേടി ഫൈസൽ മുസ്ലിയാർ മനസ്സിലുണ്ട്. യുദ്ധത്തിലൊന്നും ഇല്ലട്ടോ. അപ്പൊ ഇങ്ങനെ മെല്ലെ മെല്ലെ വന്നിട്ട് മണ്ണും ചാരി നിന്നും പൊണ്ണും കൊണ്ട് പോയാർന്നമായിത്ത ഒരാളാ. അങ്ങനെ മൂപ്പരോടും ചോദിച്ച് അയാളെന്താ അതിനെന്താ കുഴപ്പം? ഞാൻ കുവൈത്തിൽ ചെന്നപ്പോ ഒരു കുട്ടീനോട് ചോദിച്ച്, അല്ല മോനെ നിങ്ങളെ താടി എന്താ 1 ഇഞ്ചല്ലുള്ളൂ? അപ്പൊ അവൻ കറുത്ത ഉപ്പായിട്ടുള്ളത്, ഇതെന്താ വെളുത്തുപ്പാടാത്തത്? നീ വെള്ളിയാഴ്ചല്ലേ? അതിന്റെ വേഷമാണ്, എന്റെ രീതിയാണ്, അന്തത്തിന്റെ രീതിയാണ് അല്ലേ? അതെന്നെ മായിൻകുട്ടി പ്രസംഗിക്കുന്നത്. അപ്പൊ ഇവർക്ക് എതിർക്കാൻ പറ്റുമോ? ഈ പറപ്പൂരിന് എന്നാണ് സലഫിയത്ത് കിട്ടിയത് എന്ന് ഫൈസൽ മൗലവി ഒന്ന് വിശദീകരിക്കണം. കാരണം സലഫി മൻഹജ് ഉണ്ടാക്കണം എന്ന് പറയുകയും ആ മൻഹജ് എന്തിനാണ് വയസ്സായ മറ്റേ കരുവള്ളി അയാൾ നമുക്ക് വിടാം, എന്നാൽ പറപ്പൂര് അങ്ങനെയല്ല, പ്രായം കൊണ്ട് മരിക്കാനായിട്ടില്ല അതിന്റെ ധ്വനി, അദ്ദേഹത്തെ നമ്മൾ ഒപ്പം കൂട്ടണമെങ്കിൽ അയാളുടെ മീറ്റർ വെച്ച് പരിശോധിക്കേണ്ടതുണ്ട്, അതിനാണ് നമ്മൾ സലഫി മൻഹജ് തയ്യാറാക്കുന്നത് എന്ന് പറഞ്ഞ ഫൈസൽ മുസ്ലിയാർ. ആ ഫൈസൽ മുസ്ലിയാർ പറപ്പൂരിന്റെ ഈ സലഫിയത്തൊക്കെ പരിശോധിച്ച് ഉറപ്പുവരുത്തിയോ? ഇനി